നമ്മൾ ഓരോ രാത്രിയും കണ്ണടച്ചുറങ്ങുമ്പോൾ ഒരു വേറിട്ട ലോകത്തിലേക്ക് കിടക്കുന്നു. അവിടെ ചിലപ്പോൾ നാം പറക്കും, ചിലപ്പോൾ ഓടും, ചിലപ്പോൾ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷേ ഒരു ചോദ്യം, സ്വപ്നങ്ങൾ വെറും റാൻഡം സീൻസ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ നമ്മളെ ട്രെയിൻ ചെയ്യുന്നതാണോ? യെസ് ഗൈസ്, വെൽക്കം ടു ജാഗോറിയൻ ടോക്സ്. നമ്മൾ ഉറങ്ങുമ്പോൾ ശരീരം വിശ്രമിക്കുമ്പോഴും ബ്രെയിൻ ഫുൾ ഷട്ട് ഡൗൺ ആകുന്നില്ല. അതിൻ്റെ ചില ഭാഗങ്ങൾ വളരെ ആക്റ്റീവ് ആകും, പ്രത്യേകിച്ച് REM സ്ലീപ്പ് സമയത്ത്. REM എന്നാൽ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്. ഈ സമയത്താണ് ഏറ്റവും വിവിഡ് ഡ്രീംസ് ഉണ്ടാകുന്നത്. സയൻസ് പറയുന്നത് ഈ സമയത്ത് ബ്രെയിൻ പഴയ മെമ്മറീസ് പ്രോസസ്സ് ചെയ്യുകയും പുതിയ എക്സ്പീരിയൻസ് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ സ്വപ്നത്തിലോടുന്നു, ആരെങ്കിലും പിന്തുടരുന്നു, നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇത് റാൻഡം സീൻസ് ആണെന്ന്? അല്ല. ചില സയന്റിസ്റ്റുമാർ ബിലീവ് ചെയ്യുന്നത് ഇത്തരം ഡ്രീംസ് നമ്മുടെ ബ്രെയിൻ ഡേഞ്ചർ സിറ്റുവേഷൻസ് റിഹേഴ്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുവെന്നാണ്. അതായത് റിയൽ ലൈഫിൽ അപകടം വന്നാൽ ബ്രെയിൻ ഇതിനകം പ്രാക്ടീസ് ചെയ്തിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ ആ കുഞ്ഞ് വീണുകൊണ്ടേയിരിക്കും. പക്ഷെ അവിടം കൊണ്ട് നിർത്തുന്നില്ല, പകരം വീണ്ടും വീണ്ടും ശ്രമിക്കും. ശരിയല്ലേ? അതുപോലെ തന്നെയാണ് ബ്രെയിൻ ഉറക്കത്തിനിടെ ഇമോഷണൽ സിറ്റുവേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കാം. ഉദാഹരണത്തിന്, ആരെങ്കിലും റിജക്റ്റ് ചെയ്താൽ, എക്സാം ഫെയിലായാൽ, ആരെയെങ്കിലും നഷ്ടപ്പെട്ടാൽ. ഒരു തിയറിയുണ്ട്, അതിൻ്റെ പേര് ത്രെറ്റ് സിമുലേഷൻ തിയറി. ഇത് പറയുന്നത് സ്വപ്നങ്ങൾ ഒരു വെർച്വൽ റിയാലിറ്റി ട്രെയിനിങ് സിസ്റ്റം എന്നാണ്. പുരാതന മനുഷ്യർ വന്യജീവികളിൽ നിന്ന് രക്ഷപ്പെടാനും ഡേഞ്ചർ ഡിറ്റക്ട് ചെയ്യാനും ഡ്രീംസ് ഉപയോഗിച്ചിരുന്നേക്കാം. അതുകൊണ്ടാണ് പലർക്കും ചേസ് ഡ്രീംസ് വരുന്നത്. ഒരാൾ പിന്തുടരുന്നു, വീഴുന്നു, ഓടുന്നു. ബ്രെയിൻ സർവൈവൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് സത്യം. ഡ്രീംസ് മാത്രം ഫിയർ ട്രെയിനിങ് അല്ല. നമ്മൾ ലവ്, സാഡ്നെസ്, ഹാപ്പിനെസ് എല്ലാം സ്വപ്നത്തിൽ കാണും. ബിക്കോസ് ബ്രെയിൻ ഇമോഷൻസിനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരാളെ മിസ് ചെയ്യുന്നവർക്ക് ആ പേഴ്സൺ സ്വപ്നത്തിൽ വരാം. അത് മാജിക്കല്ല, ബ്രെയിൻ അൺറിസോൾവ്ഡ് ഫീലിംഗ് ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ചില ഡ്രീംസ് വളരെ വിയേർഡായി തോന്നുന്നത്? ഉദാഹരണത്തിന്, നിങ്ങൾ സ്കൂളിൽ എക്സാം എഴുതുന്നു, പക്ഷേ സഡൻലി നിങ്ങൾ സ്പേസിലെത്തുന്നു. ഇതെന്താ ഇങ്ങനെ? ചിലപ്പോൾ ഇത് ബ്രെയിൻ റാൻഡം ഫയൽസ് മിക്സ് ചെയ്യുന്നത് കൊണ്ടാവാം. അതായത് മെമ്മറീസ് പ്ലസ് ഇമോഷൻസ് പ്ലസ് ഇമാജിനേഷൻസ് ഈസ് ഈക്വൽ ടു സ്ട്രേഞ്ച് ഡ്രീംസ്. ഇനി മറ്റൊരു നെക്സ്റ്റ് ലെവൽ കാര്യം, അതായത് ഒരു മെയിൻ, അല്ലെങ്കിൽ വേണ്ട, രാജാവ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ലൂസിഡ് ഡ്രീമിങ്. അതാണ്, അതെ, നിങ്ങൾ ഡ്രീം കാണുന്നുണ്ടെന്ന് ഡ്രീമിൽ തന്നെ അറിയുക. ഈ സമയത്ത് ചിലർ ഡ്രീം കൺട്രോൾ ചെയ്യുന്നു. പറക്കാം, സ്ഥലങ്ങൾ മാറ്റാം, ഫിയർ ഫേസ് ചെയ്യാം, എന്തും ഇമാജിനിലൂടെ നമുക്ക് കൊണ്ടുവരാം. അതെ, അതാണ് ലൂസിഡ് ഡ്രീമിങ്. അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ ഡ്രീംസ് വേസ്റ്റ് അല്ല, അവ ബ്രെയിൻ്റെ സീക്രട്ട് നൈറ്റ് ഷിഫ്റ്റാണ്. മെമ്മറീസ് ഓർഗനൈസ് ചെയ്യുന്നു, ഇമോഷൻസ് ഹീൽ ചെയ്യുന്നു, ഡേഞ്ചർ റിഹേഴ്സ് ചെയ്യുന്നു, ഫ്യൂച്ചർ സിറ്റുവേഷൻസ് സിമുലേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ സ്റ്റിൽ വർക്കിംഗ്, സൈലൻ്റായി, നിങ്ങളുടെ സ്ട്രോങ് ആക്കാൻ. അതെ, നിങ്ങളെ സ്ട്രോങ് ആക്കാൻ തന്നെ. അപ്പോൾ ഇന്ന് രാത്രി നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ ഒന്ന് ചിന്തിക്കൂ, അത് വെറും സ്വപ്നമോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ട്രെയിനിങ് മോഡിലോട്ട് പോകുന്നതാണ്?